അപ്പം ഇന്ന് എൻ്റെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോണത് കുറേ ദിവസമായി ഞാൻ ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമുക്കൊരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ലീവുള്ള ദിവസം എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാണെന്നുള്ളത് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോണത്. അപ്പോൾ ഇന്നൊരു സാറ്റർഡേ ആണ്. അപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എണീക്കാൻ കുറച്ച് നേരമായി. സുബഹി നിസ്കരിച്ച് കടന്നിട്ട് നമ്മളൊരു 8 മണി 8:10 ആയപ്പോൾ പാല് വണ്ടി വന്ന സമയത്താണ് കേട്ടോ എണീറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വേഗം തന്നെ പോയി നമ്മൾ പാല് വാങ്ങി വെച്ചു. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ വെള്ളപ്പമാണ്. അപ്പോൾ വെള്ളപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ രാത്രി തന്നെ മാവൊക്കെ ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുക വെള്ളപ്പത്തിന് വിചാരിച്ചിട്ട് കുറച്ച് ഗ്രീൻ പീസും കൂടെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഷെയ്ക്കമോളും ഐഷുമോളൊന്നും എണീറ്റിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ കുട്ടികൾക്കുള്ള ഒരു സ്വഭാവമാണ് കേട്ടോ. സ്കൂളില്ല നേരത്തെ അവർ നേരത്തെ എണീക്കൂല, സ്കൂളില്ലാത്ത സമയത്ത് കാണാൻ അവർ നേരത്തെ എണീക്കണേ. അപ്പോൾ ഇവിടെ നല്ല തണുപ്പാണ്. തണുപ്പെന്ന് പറയുമ്പോൾ ഇവിടെ ക്ലൈമറ്റ് ഇപ്പോൾ എല്ലായിടത്തും മഴയല്ലേ, അപ്പോൾ ഭയങ്കര മഴയാണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എല്ലാവർക്കും സുഖമാണോ ചോദിച്ചാൽ സുഖമാണെന്നും കൂടി പറയാൻ പറ്റൂല. എന്താ വെച്ചാൽ പല വേദനയും വരുത്തോളും പിന്നെ പനിയും കാര്യങ്ങളൊക്കെ അല്ലേ, അതുകൊണ്ട് തന്നെ. പിന്നെ ഇതാ ഷെയ്ക്കമോളും ഐഷുമോളും എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവർക്ക് TV ഇട്ട് കൊടുത്തിട്ട് ഒരവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും കറി ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് കടി ഉണ്ടാക്കിയിട്ട് അവർക്ക് ചൂടോടെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പിന്നെ ഇവിടെ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് വലിയ വെളിച്ചവും കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ്. ഗ്രീൻ പീസ് ഇതാ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പാലും നമ്മൾ തിളപ്പിക്കാമെന്ന് വിചാരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ നല്ല വൈറൽ ഫീവറൊക്കെ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയണ കേട്ടിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ നിന്നൊക്കെ നമുക്ക് അവയർനെസ് മാതിരി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ ബേബീസിന് വന്നിട്ട് നമ്മൾ കൊടുക്കുന്ന സ്കൂൾക്ക് കൊടുത്തു വിടുന്ന വെള്ളം നല്ല ചൂടായി തിളപ്പിച്ചതിന് ശേഷം നമ്മൾ കൊടുത്തു വിടാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫുള്ള് എല്ലായിടത്തും ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ സ്കൂൾക്ക് കൊടുത്തു വിടുന്ന വെള്ളമായാലും വീട്ടിൽ കൊടുക്കുന്ന വെള്ളമായാലും നമ്മൾ നല്ല തിളപ്പിച്ചതിന് ശേഷം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ നോക്കുക. എന്താ വെച്ചാൽ കുറേ കുട്ടികൾക്ക് ഇവിടെ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലൊക്കെ കുറേ കുട്ടികൾ അഡ്മിറ്റ് ആയിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികൾ പറയുമ്പോൾ എടുത്തിരിക്കുന്ന കുട്ടികളും എന്താ കുട്ടികൾക്ക് അറിയില്ലല്ലോ ഇതൊരൊക്കെ അവർക്ക് പനിയാണ് അതാണ് എങ്ങനെ ഇൻഫെക്ഷൻ ആവണമെന്നൊന്നും മക്കളോട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവണം കേട്ടോ. അപ്പോൾ നമ്മൾ കറിയൊക്കെ ആയതിന് ശേഷം ഞാനിതാ വെള്ളപ്പം ചുടാൻ തുടങ്ങി. എന്താ വെച്ചാൽ അവർ എണീറ്റിട്ട് പല്ലൊക്കെ ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം ഞാനത് വെള്ളപ്പം റെഡിയാക്കി കൊടുത്തിട്ടോ. നമ്മൾ ഗ്രീൻ പീസ് നല്ല വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കറി ഒന്ന് താളിച്ചതിന് ശേഷം ഈ ഗ്രീൻ പീസ് അതിലിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു ഭാഗത്ത് വെള്ളപ്പം റെഡി ആവുന്നുണ്ട്, ഒരു ഭാഗത്ത് നമുക്ക് ഗ്രീൻ പീസ് കറിയും ഇവിടെ റെഡി ആവുന്നുണ്ട്. പിന്നെ നമ്മളെ വീട്ടിലൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ എന്ത് കടി ഉണ്ടാക്കണം അതിന് മാച്ചില്ല കറി ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ ഫുഡ് കഴിക്കുള്ളൂ കേട്ടോ. രാവിലെ കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അത് പൊതുവെ എല്ലാവർക്കും അങ്ങനെയാണെന്ന് വിചാരിക്കുന്നത്. ചിലവരിപ്പോൾ നമ്മൾ അതിന് ചേരാത്ത കറിയാണെങ്കിലും നമുക്കത് കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഇവിടെ കടി എന്താണ് അതിന് ചേരുന്ന കറി തന്നെ വേണം കേട്ടോ. അങ്ങനെ നമ്മളിന്ന് ഗ്രീൻ പീസും നമ്മൾ വെള്ളപ്പവും ഇവിടെ റെഡി ആയിക്കണ്. അപ്പോൾ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ചായയാണ് ഉണ്ടാക്കിയിട്ട് നല്ല കട്ടൻ ചായ 2 ഏലക്കൊക്കെ ഇട്ട് നമ്മൾ കട്ടൻ ചായ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. ചൂടോടെ കട്ടൻ ചായ കുടിക്കുക വെച്ചിട്ട് നമ്മൾ കടിയൊക്കെ റെഡി ആയതിന് ശേഷമാണ് കട്ടൻ ചായ ഉണ്ടാക്കിയത്. പിന്നെ നമ്മളിതാ ഷെയ്ക്കും ഐഷുമക്കും ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. അതിന് ശേഷം ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അവർക്ക് കൊടുത്തതിന് ശേഷം ഞാൻ കഴിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് വെള്ളപ്പമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കഴിക്കാനും തന്നെ കറി നല്ല ഉണ്ടായിരുന്നു. സിമ്പിളായിട്ടൊരു ഗ്രീൻ പീസ് കറിയാണ്, പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും കൂടി ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിച്ചിട്ട് വരാം. കഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തത് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം നമ്മൾ മീൻ വന്നിട്ട് വേണം മീൻ വാങ്ങിയിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ തന്നെ നമ്മൾ അടിച്ചലും തുറക്കലും എല്ലാം കഴിഞ്ഞു. കുളിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ മീൻ വന്നതിന് ശേഷം അത് നന്നാക്കി കറി വെച്ചതിന് ശേഷം കുളിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അങ്ങനെ നമ്മൾ മീൻ വന്നപ്പോൾ ആ മത്തിയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കറി വെച്ചതിന് ശേഷം കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ.
അപ്പോഴത്തേനും ഷെയ്ക്കമ്മോ ഐഷു എല്ലാവരും കുളിച്ച് അവരിതാ സ്നാക്സായിട്ട് കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും കഴിച്ചിട്ട് അവർ TV കണ്ടിരിക്കുകയാണ്. പിന്നെ പുറത്ത് പോയി കളിക്കാനൊന്നും പറ്റൂല, എന്താ വെച്ചാൽ ഭയങ്കര മഴയാണ്. നമ്മൾ ഉള്ളിൽ പോയി കാണിക്കണേം കൊണ്ട് പുറത്തെ വിശേഷങ്ങളൊന്നും നമ്മൾ പ്രത്യേകിച്ച് അറിയാനില്ല. നല്ല രാവിലെ തുടങ്ങിയ മഴയാണ്. ഇപ്പോഴാണ് കുറച്ചൊരു വെളിച്ചം വെക്കുന്നത്. എന്താ വെച്ചാൽ ഭയങ്കര ഇരുട്ടായിട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിതാ കറിക്ക് വേണ്ട ഉള്ളിയും തക്കാളിയും ഒക്കെ കട്ട് ചെയ്ത് കറിയൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം മത്തി മുളക് ഇട്ടിട്ട് 2 മത്തി പൊരിച്ചാന്ന് വിചാരിച്ചു കേട്ടോ. ഞാനും പിന്നെ ഷെയ്ക്കും ഐഷും ഉമ്മയും മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഇതാ ഉള്ളിയും തക്കാളിയൊക്കെ കട്ട് ചെയ്തതിന് ശേഷം മത്തി കറി വെക്കാനായി തുടങ്ങിട്ടോ. പിന്നെ ഇനി ഇപ്പോൾ നമ്മൾ കറി വെച്ചതിന് ശേഷം നമുക്ക് രാത്രിക്കും അതേ കറി തന്നെയാണ് കേട്ടോ, മത്തിക്കറി തന്നെ, മത്തി മുളക് ഇട്ടതും. പിന്നെ ഫിഷ് നമ്മൾ പൊരിച്ചാനുള്ളത് കുറച്ച് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ കുറച്ചിപ്പോൾ പൊരിച്ചിട്ട് ബാക്കി ബാലൻസ് നമ്മൾ രാത്രി പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ആക്കിയത് തന്നെ. എന്താ വെച്ചാൽ പ്രത്യേകിച്ചിട്ട് പിന്നെ ഈ കാണിച്ചത് തന്നെ കാണിക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ് ഒരു ഭാഗത്ത് നമ്മൾ എല്ലാ പണിയും കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചോറ് ഉണ്ടാക്കിയത്. എന്താ വെച്ചാൽ സ്കൂളില്ല ദിവസമാകുമ്പോൾ ചോറ് നമ്മൾ രാവിലെ വെക്കണേ കൊണ്ട് ചൂടില്ലാതെ കഴിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ന് സ്കൂൾ ലീവില്ല ഒരു ദിവസം കൊണ്ട് തന്നെ നല്ല ചൂടോടെ ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ട് ഇതാ ചോറും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചോറൊക്കെ ഇതാക്കിയതിന് ശേഷം നമ്മളിതാ കുളിച്ചൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഫുഡ് എന്ന് പറയുമ്പോൾ നല്ല വെറും ചോറും ചൂടുള്ള ചോറും അതിൻ്റെ കൂടെ മത്തി പൊരിച്ചതും മത്തിക്കറിയൊക്കെയാണ്. ഷെയ്ക്കുമോക്കും ഐഷുമോക്കും ഞാൻ വീട്ടിലുണ്ടാകുമ്പോൾ വാരി കൊടുക്കലാണ് കേട്ടോ. എന്താ വെച്ചാൽ അവർക്ക് കൊടുത്താൽ അവർ TV കാണുന്ന ഉസാറിൽ പള്ളിലേക്ക് ചോറ് എത്തൂല, അതുകൊണ്ട് ഞാൻ വാരി കൊടുക്കുകയാണ്. അങ്ങനെ നല്ല ചൂടുള്ള ചോറിൽ നല്ല മുളകിട്ട മത്തിക്കറി ഒഴിച്ച് കഴിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. കുറേ ദിവസം നല്ല ചൂടുള്ള ചോറ്, എന്താ പറയുക, ദിവസം മോർണിംഗ് നമ്മൾ ഫുഡ് ഉണ്ടാക്കണേ കൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയം ഒരു 1 മണി 1:15 നമ്മൾ ദൂരം സ്കെച്ച് കഴിഞ്ഞത് ഫുഡ് കഴിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേനും തണുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ബൈ.